ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ സിനി പെർസ്പെക്റ്റീവിൻ്റെ മറ്റൊരു പുതിയ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ്, പുതിയൊരു തുടക്കമാണ്. അതേ നമ്മളെ മറ്റ് ചാനലുകളിൽ സപ്പോർട്ട് ചെയ്ത കണക്ക് തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്ന എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടൊരു കണ്ടൻറ്റുമായിട്ടാണ്. ഇതിന് മുമ്പെല്ലാം നമ്മൾ ഗെയിമിങ്ങിൻ്റെ ഒരു ഫീൽഡിലായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാവരും അറിയുന്ന, എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു ഫീൽഡാണ് ഈ സിനിമ ബേസ്ഡ് ഫീൽഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനി തൊട്ട് ഈ ഒരു ചാനലിൽ നമ്മൾ സിനിമ ബേസ്ഡ് കണ്ടൻറ്റുകളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് സിനി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചാനലിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങളെല്ലാം സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമുക്ക് അങ്ങനൊന്നുമില്ല, എല്ലാ ലാംഗ്വേജ് ഇടും, ഹോളിവുഡ് ബോളിവുഡ് എല്ലാം ഇടുന്നതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്ത് ആരും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇവിടെ ഒരു 100% ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജിങ് തരുന്ന ഒരു ചാനലാണ്. നിങ്ങൾ സിനിമയെ പറ്റിയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു കറക്റ്റ് പ്ലേസ് ആണിത്. സോ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് തന്നെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യേണ്ടത് 500 സബ്സ്ക്രൈബേഴ്സാണ്. സോ എല്ലാവരും 500 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ ഓരോരോ സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരോ സബ്സ്ക്രൈബ്, ഓരോ ഷെയറും ഓരോ ലൈക്കുമാണ്. സോ ആ ഒരു ഗണത്തിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ മോട്ടീവിലോട്ട് കിടക്കാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പുഷ്പ 2 ആണ് ഇനി വരാൻ പോകുന്ന ഇന്ത്യൻ സിനിമ തന്നെ കാത്തിരിക്കുന്ന ഒരു വമ്പൻ റിലീസാണ് നാളെ നടക്കാൻ പോകുന്നത്. നമ്മളെ പുഷ്പ 2 ദ റൂൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. പുഷ്പ പാൻ ഇന്ത്യ എന്നല്ല, പുഷ്പ ഇൻ്റർനാഷണൽ ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ട് തന്നെ അവരെ ഒരു ഭാഗത്തു നിന്ന്, ഈ പുഷ്പ ടീമിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു ഹ്യൂജ് അപ്ഡേറ്റ് ഇന്നലെ അവർ പൊട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. വേറൊന്നുമല്ല, പുഷ്പയുടെ ഒരു 3rd പാർട്ട് വരാൻ പോവുകയാണ്. അതെ, പുഷ്പ 3 ദ റാംപേജ് എന്നാണ് പേര്. സോ ഈ ഒരു പടത്തിൻ്റെ ഓൾറെഡി അറിയാം എല്ലാവർക്കും, ഈ ഒരു പടം വൻ ഹൈപ്പിലാണ് പുഷ്പ 2 തന്നെ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രീ ബുക്കിങ്ങും പ്രീ ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം 100 കോളാണ്. സോ കുറേ ഫ്രാഞ്ചൈസ് കാര്യങ്ങളെല്ലാം വന്നു. ഇതുവരെയ്ക്ക് ഇന്ത്യൻ സിനിമ കണ്ടെത്തി തന്നെ വലിയൊരു സിനിമയാണ് ഈ ഒരു പുഷ്പ. സോ അങ്ങനെ ഇരിക്കെ അവർ അത്ര കോൺഫിഡൻസ് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു 3rd പാർട്ടിനെ പറ്റിയിട്ട് പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ലോഞ്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ എല്ലാ സിനിമാ പ്രേമികളും ആലോചിക്കുന്നത് ഇത് ഒരുമാതിരിയിൽ ഇന്ത്യൻ 2ൻ്റെ കണക്ക്, കമൽഹാസൻ പറഞ്ഞ കണക്ക് ഇത് ഇന്ത്യൻ 2 അല്ല എൻ്റെ 100% ഫിലിം, ഇന്ത്യൻ 3 ആണ്, എല്ലാവരും ഇന്ത്യൻ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കണക്ക് ഇനി പുഷ്പ 2 അല്ല പുഷ്പ 3 ആണ് ഇതിൻ്റെ 100% എന്ന് പറഞ്ഞു കളയുമോ എന്ന് തന്നെ എല്ലാവർക്കും ഒരു ഭയമുണ്ട്. സോ നിങ്ങൾ ഈ ഒരു പുഷ്പ 2 ദ റൂളിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് കമൻറ്റ് ചെയ്യുക. സോ ഞാൻ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ പുഷ്പ 1 കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും 100% ഞാൻ പുഷ്പ 2ന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ നിങ്ങൾ വെയിറ്റിംഗ് ആണോ അല്ലയോ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് പുഷ്പയെ പറ്റിയിട്ട് ഉള്ള ബാക്കി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നാളെ മൂവി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലൈക്കൺ ഓളി സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എല്ലാത്തരം സിനിമ അപ്ഡേറ്റ്സുകളും വിരൽ തുമ്പി എത്തുന്നതാണ്. സോ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഇവിടം വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തടുത്ത വീഡിയോസിൽ നമുക്ക് കണ്ടൻറ്റ് കുറച്ചുകൂടെ ഹ്യൂജാക്കി എക്സ്പാൻഡ് ആക്കി കൊണ്ടുവരാം. സോ എത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിടം വരെ ബൈ.